ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. നമ്മളിപ്പോൾ എല്ലാവരും കൂടെ ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് പറയാനായിട്ട് ഞാൻ ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ ആള് വന്നിട്ട് പറയുന്നതായിരിക്കും. ഈ കാണുന്നതാണ് എൻ്റെ മാതാശ്രീ. അമ്മയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോഴുള്ള ചിരിയാണത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. ആ ഒരാൾ ഇതാ വരുന്നുണ്ട്. ഒരാളെ നമ്മൾ നേരത്തെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ ആളെയാണ് നമ്മൾ ഇവിടെ വന്ന ശേഷം അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഏത് സിനിമയ്ക്കാ പോകുന്നത്? കണ്ടില്ലേ, ഇതാണ് ഞാൻ അപ്പോയിന്റ് ചെയ്ത നമ്മുടെ സ്വന്തം അമ്മൂസ്. അവളുടെ മെയിൻ പരിപാടി ഇതാണ് കേട്ടോ. ഫോണ് കണ്ടു കഴിഞ്ഞാൽ മേമേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് തുടങ്ങും. ഞാൻ നിർബന്ധിച്ചിട്ട് പറയുന്നതോ പറയിക്കുന്നതോ ഒന്നുമല്ല. ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ അവളെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും പറയാനുള്ള ചാൻസ് കൊടുത്തിട്ടില്ലെങ്കിലോ ആണ് അവൾക്ക് വിഷമം വരുന്നത്. ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഉള്ള കാര്യം മാത്രമല്ല കേട്ടോ. അല്ലാതെ മഞ്ജുവിന്റെ ഫോൺ എടുത്തിട്ടാണെങ്കിലും ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുക്കുന്നത് അവളുടെ ഒരു സ്ഥിരം പരിപാടി തന്നെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളത് അമ്മൂസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ബാലുശ്ശേരിയിലുള്ള സന്ധ്യ തിയേറ്ററിലേക്കാണ്. ഇപ്പം നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു നാട്ടുകാരിയാണെങ്കിലും ഈ ഒരു തിയേറ്ററിലേക്ക് ഞാൻ വരുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. ചെന്നൈയിലെ പോലെ തന്നെ ഇവിടെയും സിനിമ കാണാനായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിലും ഫുഡ് മുഖ്യം ബിഗിലേ. പക്ഷെ ചെന്നൈയിലെ പോലെ അത്രയും ഐറ്റംസ് ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വെച്ചിട്ട് പോപ്കോണും പപ്സും ഒക്കെ വാങ്ങിയിട്ടാണ് ഫിലിം കാണാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ഇനി ഫിലിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ട്രെയിലറോ ഹാർട്ടോ ഒന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. റിവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ റിവ്യൂസ് കണ്ടവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫിലിം ആണെന്നുള്ളത്. ആ ഒരു എക്സ്പെക്ടേഷനും പിന്നെ ഫിലിം കണ്ടിട്ടുള്ളവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്പെക്ടേഷനും വെച്ചിട്ടാണ് ഞാൻ ഫിലിം കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇന്റർവെല്ലിന് ശേഷം കുഴപ്പമില്ലായിരുന്നു. എനിക്കതിലെ ജോർജ് സാറിൻ്റെയും പിന്നെ ബിനു പപ്പുവിൻ്റെയും ആക്ടിംഗ് ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫിലിം കഴിഞ്ഞിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് മണ്ടയിലുള്ള 14's റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. കണ്ടില്ലേ, വീഡിയോ ഓൺ ചെയ്താൽ ഇതാണ് അവസ്ഥ. ഏട്ടനും മഞ്ജുവും അവർക്ക് രണ്ടുപേർക്കും കൂടെ ഹാഫ് ചിക്കൻ മജ്ബൂസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അവർ ട്രൈ ചെയ്യുന്നതും ഇതാദ്യമായിട്ടാണ്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. കുട്ടികൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ചിക്കൻ നൂഡിൽസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അവർ രണ്ടുപേരും കൂടെ അത്രേ കഴിക്കുള്ളൂ. അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും ചില്ലി ചിക്കനും ആയിരുന്നു. ഇവിടുത്തെ ഫേമസ് ആക്ച്വലി നൂൽ പൊറോട്ടയാണെങ്കിലും അന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നോർമൽ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുള്ളത്. കഴിക്കുന്ന കാര്യത്തിൽ മാത്രം പറച്ചിൽ മാത്രമേ ഉള്ളൂ. കഴിക്കുന്ന കാര്യമൊക്കെ കണക്ക് തന്നെയാണ്.